യജാതി തൊലിക്കട്ടിയെ നോക്കണേ. കൂലിക്ക് ആളെ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിപ്പിച്ച് ഫ്ലെക്സ് വയ്പ്പിച്ച് പോസ്റ്റർ അടിച്ചിറക്കി സോഷ്യൽ മീഡിയയിലൂടെ തെറി പൊങ്കാല നടത്തിയതിനു ശേഷം ആ വരുന്ന വരക്കം നോക്കി എങ്ങനെ സാധിക്കുന്നിടേ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. നോക്കൂ, ടീം UDF പോലെ വരികയാണ്. എന്തെല്ലാം അധിക്ഷേപങ്ങൾ, എന്തെല്ലാം തെറികൾ, എന്തെല്ലാം പുലഭ്യങ്ങൾ, ഇതെല്ലാം പരസ്പരം പണം കൊടുത്ത് PR ടീമിനെയും വെച്ച് ഒപ്പം തന്നെ ഫാൻസുകാരെ ഇറക്കി എന്തോരം അധിക്ഷേപങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് നടക്കാനുള്ള ആ മനോഭാവവും ആ തൊലിക്കട്ടിയും സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. ആ വരക്കന്തേ വന്നതിന് ശേഷം ഇവർ 3 പേരും പറയുന്ന കേൾക്കാം. കാര്യം ഒരു കാര്യം ഉറപ്പായും, മുഖ്യമന്ത്രി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക, അതായത് തിങ്കളാഴ്ച മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. 23-ാം തീയതി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾ തുടരും. ആ തോറ്റിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ 23-ാം തീയതി വരെ സംസ്ഥാനത്തുടനീളം ഹൈ വോൾട്ട് എൻ്റർടൈൻമെൻറ്റ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആ ദൃശ്യം നിരന്നു വരുന്ന, ഇത്രയും ദിവസം ചെയ്ത ഇതൊന്നും ഞങ്ങളല്ല, ഇത് വേറെ ആരോ ആണ്, ഇതൊക്കെ ഡമ്മികളായിട്ട് വരുന്നത് പോലെ കേരളത്തിന് തോന്നേണ്ട ഒരു സാഹചര്യമാണ്. നോക്കിയേ, വന്നിട്ട് പ്രവർത്തകർക്ക് കൊടുക്കുന്ന ആഹ്വാനം എങ്ങനെ, PR പൈസയും കൊടുത്ത് നിർത്തിയിരിക്കുന്ന അടിമകൾ അല്ലെങ്കിൽ ചാവേറുകൾ, അവരോട് ഈ നമ്മൾ കേൾക്കാൻ വേണ്ടി അടിക്കുന്ന വാചകം ഒന്ന് കേട്ടെ. പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളൊരു ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കല്, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിലുണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങളോട് എല്ലാവരോടും, എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.